Hello friends, welcome to Mechanical Engineering Solutions. In this video, just our gate notification application started September 2 started. Regular applications time is September 24. Okay, so half time complete 13th 14th. Any complete procedure complete. Application start gate apply just enroll നിങ്ങളുടെ അപ്ഡേറ്റഡ് ആധാർ ഐ ഡി അല്ലെങ്കിൽ വാലിഡ് ഫോട്ടോ ഐ ഡി ചോദിക്കുന്നുണ്ട്. അപ്ഡേറ്റഡ് ആണ് ചോദിക്കുന്നത്. അപ്പം അപ്ഡേഷൻ ചെയ്യാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അതിന് ഏകദേശം 2 weeks ടൈം എടുക്കും മാക്സിമം ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ നമ്പറെങ്കിലും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പരമാവധി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉഡായിൻ്റെ സൈറ്റ് കയറി ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് 2 paper കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 2 പേപ്പർ ഒന്നോ അല്ലെങ്കിൽ 2 പേപ്പർ വരെ നമുക്ക് മാക്സിമം ഗേറ്റിന് അപ്പിയർ ചെയ്യാം. ഒരു കാര്യം ഓർത്തിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെഗുലർലി ബോയ്സ് സ്റ്റുഡൻസിനാണെങ്കിൽ 1500 രൂപയും 2 പേപ്പറിനാണെങ്കിൽ 3000 രൂപയാവും. അതായത് നിങ്ങൾ ആഡപ്പ് ചെയ്യുന്ന പേപ്പറിന് അമൗണ്ട് നിങ്ങൾ അടയ്ക്കണം. ബട്ട് നിങ്ങൾ ഒറ്റ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതാണ് അതിൻ്റെ സ്പെഷ്യലായിട്ട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ബോയ്സ് കാൻഡിഡേറ്റിനാണ്. ഗേൾസ് ആകുമ്പം നേരെ ഹാഫ് മതി. 750 പെർ പേപ്പറാണ്. അപ്പോൾ 2 പേപ്പർ കോമ്പിനേഷൻ ഉണ്ട്. അതായത് മെക്കാനിക്കലുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഏതെങ്കിലും നിങ്ങളിപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, നിങ്ങൾ സെക്കൻഡ് പേപ്പർ സിവിൽ എഴുതാൻ പറ്റില്ല. അതായത് മെക്കാനിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ആ പേപ്പേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഓരോ സ്റ്റെപ്പിലും അതായത് 5 സ്റ്റെപ്പാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് നിങ്ങളുടെ ആ ഒരു എൻറോൾമെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എക്സാം ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ എക്സാം 2 എക്സാം ആണെങ്കിൽ 2 എക്സാം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എഴുതുന്നത്. അതായത് മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്കലിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്. ഒരു എക്സാം ആണെങ്കിൽ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. ഓക്കെ, പിന്നെ പ്രിഫറൻസ് ഓഫ് ദി സിറ്റി, ഏത് സിറ്റിയാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് 3 സിറ്റീസിൻ്റെ പേരുണ്ടാവും. പിന്നെ അടുത്ത് കഴിഞ്ഞ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ജിമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കും. ഓക്കെ, അതൊക്കെ അതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ടാകും. പിന്നെ നിങ്ങളത് വെരിഫൈ ചെയ്യണം. ജിമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ കറസ്പോണ്ടൻ്റ് അഡ്രസ്സ്, അതായത് നാഷണാലിറ്റി ഇന്ത്യൻ, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയും. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കോളേജിൻ്റെ പിൻകോഡ്, കോളേജ് ഏത് സ്റ്റേറ്റിലാണ്, കോളേജിൻ്റെ പേരെന്താണ്, അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏത് ഇയറാണ് പാസ് ഔട്ട് ആവുന്നത്. അല്ലാതെ നിങ്ങളെ CGPA കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് ഏത് ഇയറാണ് പാസ് ഔട്ട് ആവുന്നത്. ഓൾറെഡി പാസ് ഔട്ട് ആണെങ്കിൽ അത് ആ ഇയർ എഴുതാം. അല്ലെങ്കിൽ പാസ് ഔട്ട് അല്ല എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഇയറാണ് നിങ്ങൾ പാസ് ഔട്ട് ആവുന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഗേറ്റിൻ്റെ ഒരു ഗേറ്റ് ക്വാളിഫൈഡ് ആയാൾക്ക് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും സപ്ലൈ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 വർഷത്തിനിടയ്ക്ക് എഴുതിയെടുത്താൽ മതി. അതായത് എംടെക്കിന് പോവുകയാണെങ്കിൽ. നേരെ മറിച്ച് PSC ജോബിനാണെങ്കിൽ 1 year വാലിഡിറ്റി ഉള്ളൂ ഗേറ്റ് സ്കോറിന്. ഓക്കെ, ഞാനൊന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ. പിന്നെ അടുത്ത സ്റ്റേജിലാണ് നമ്മുടെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. പിന്നെ ആധാർ ആണെങ്കിൽ ആധാറിൻ്റെ PDF ഫോർമാറ്റിൽ ഫോട്ടോയും സിഗ്നേച്ചറും JPG ഫോർമാറ്റാണ്. അതിനകത്ത് വിഡ്ത്തും അതുപോലെ തന്നെ മാക്സിമം ആൻഡ് മിനിമം സൈസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കി കഴിയാം. അപ്പോൾ ഇതാണ് 5 സ്റ്റേജസ്. ഈ സ്റ്റേജസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഞാൻ സബ്മിറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒന്നും കൂടി ലോഗിൻ ചെയ്യണം. അതായത് എൻറോൾമെൻറ്റ് ID അല്ലെങ്കിൽ ജിമെയിൽ ID അല്ലെങ്കിൽ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ ഒന്നുകൂടി ലോഗിൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തണം. അതായത് ഇൻ കേസ് നിങ്ങൾ 2 എക്സാമിനാണ് അപ്ലൈ ചെയ്തെങ്കിൽ ഒരു എക്സാമിൻ്റെ ഫീയും അടുത്ത അപ്ലൈ ചെയ്ത എക്സാമിൻ്റെ ഫീ, അതായത് 2 എക്സാമിൻ്റെ ഫീ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. സോ ഓക്കെ, പേയ്മെൻറ്റ് നടത്തണം. അപ്പം അതാണ് ഒരു കാറ്റഗറി ആയിട്ട് ഞാൻ പറഞ്ഞത്. ഗേറ്റ് എക്സാം എഴുതുന്ന കുട്ടികളോടാണ് പറഞ്ഞത്. അപ്പം കുറച്ചായി വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു. ഓൾറെഡി ഞാനിപ്പം എൻട്രി ടെക്നിക്കലിൻ്റെ യൂട്യൂബ് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് കൊണ്ടാണ് ഞാൻ കൂടുതലും നമുക്ക് ഈ ചാനലിൽ വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നത്. ഓക്കെ, മാക്സിമം ഞാൻ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകളൊക്കെ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യും. ഏത് ഡൗട്ടാണെങ്കിലും കേരള PSC ആയിക്കോട്ടെ, സെൻട്രൽ PSC ആയിക്കോട്ടെ, ഏത് എക്സാമോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ എക്സാമോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഏതൊരു വീഡിയോൻ്റെ അടിയിൽ ചോദിച്ചാൽ ഞാൻ കമൻറ്റ് ചെയ്യും. ഓക്കെ, സെപ്പറേറ്റ് കമൻറ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അല്ലാതെ ഏതെങ്കിലും കമൻറ്റിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കാണണമെന്നില്ല. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.